നമ്മുടെ നൂതന കൂട്ടായ്മയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഇബ്രാഹിം മാഗോൾ, ജനറൽ സെക്രട്ടറി ഹാരിസ് ബജു, ട്രഷറർ കെബിർ നിർബാൻ, സ്നേഹമുള്ള ഷെബിൻ, ഷാജഹാൻ, തബൂക്ക്, ദാവീദ്, ഇവിടെ എത്തിയിട്ടുള്ള സഹപ്രവർത്തകരെ സ്നേഹിതരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് കാസർഗോഡ് നിന്നുള്ള നല്ലവരായ നിങ്ങൾ ഈ സന്ദർഭത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. കാരണം റിയാസ് മൗലവി എന്ന വന്ദനായ ഒരു പുരോഹിതൻ പാതിരാ സമയത്ത് ഭീകരമായ രീതിയിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെടും. 2017 മാർച്ച് 20 കൊലപാതകം. ആ കൊലപാതകം നടത്തിയത് അവിടുത്തെ MLA-യുടെ നെല്ലിക്കുന്നിന്റെ സബ്മിഷൻ, പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ. അതിനകത്ത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് RSS ഭീകരനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ്. അങ്ങനെ കൊലപാതകം നടത്തിയാൽ ആ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രമല്ല, അങ്ങനെ മതതീവ്രവാദത്തിന്റെ പേരിൽ ഒരു പുരോഹിതന് കൊല ചെയ്യപ്പെടുമ്പോൾ, അതും കഴുത്തറുത്ത് കൊല ചെയ്യപ്പെടുമ്പോൾ, ആ കൊലപാതക ഉത്തരവാദികൾ മാത്രമല്ല, ആ കൊലപാതകം നടത്തിയവരെ നിയമത്തിന് മുൻകൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടണം. അതോടൊപ്പം ആ കൊലപാതകത്തിന് കൂട്ടുനിന്ന് കൊടുത്തവരാരാണ്, അതിന്റെ പിറകിലുള്ള ഗൂഢാലോചന എന്താണ് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ഗവൺമെന്റ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ ഒരു മൗലവി കൊല ചെയ്യപ്പെട്ടിട്ട് നാളിത്രയായി, എന്നിട്ടും കേസ് ചാർജ് ചെയ്യാൻ വളരെ നിർബന്ധമാണ്. കുറച്ച് പ്രതികളെ മാത്രം വെച്ചുകൊണ്ട് കേസ് ചാർജ് ചെയ്ത് തലയൂരാനാണ് ബഹുമാനപ്പെട്ട പിണറായി സഖാവ് ശ്രമിക്കുന്നത് എന്നാണ് എന്റെ ഒരു എളിയ വീക്ഷണം. കാരണം ഒരു കേസ് ഉണ്ടായാൽ, കൊലപാതകമാകുമ്പോ കൊലപാതകികൾ ഇന്നയാളാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ആ വർഗീയ ഭ്രാന്തന്മാർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ആര് എന്ന് പരിശോധിക്കുകയും അതിന് കൂട്ടുനിന്നവരെ മുഴുവൻ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യാനുള്ള ബാധ്യത കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൊണ്ടിരിക്കുന്ന പിണറായി സഖാവ് മുഖ്യമന്ത്രിക്കുണ്ട് എന്നൊരു സംശയമില്ല. അദ്ദേഹം നിയമസഭ സംബന്ധിച്ച സാഹചര്യത്തിൽ എന്തിനു വേണ്ടി ഇനിയും താമസിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ നിർബന്ധമായി ആവശ്യപ്പെടുകയാണ്, കേസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് മൗലവിയുടെ ബന്ധുമിത്രാദികൾക്ക് വിശ്വാസമുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഗൂഢാലോചന മുഴുവൻ രംഗത്ത് കൊണ്ടുവരിക മാത്രമല്ല, ആ കേസ് ചാർജ് ചെയ്യുമ്പോൾ കുറ്റമറ്റ രീതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാറി നിൽക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ്. അതുപോലെ തന്നെ 1992 മുതൽ എത്ര കൊലപാതകങ്ങൾ കാസർഗോഡ് നടന്നിട്ടുണ്ട്. ആ കൊലപാതകങ്ങളുടെ എല്ലാം പിറകിൽ ഇതുപോലുള്ള വർഗീയ ഭ്രാന്തന്മാരുടെ പങ്കാളിത്തമാണ് സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ബഹുമാനയുടെ മുഖ്യമന്ത്രി റിയാസ് മൗലവിയുടെ മാത്രം കൊലപാതകമാക്കി ഇതിനെ ചുരുക്കിക്കാണാൻ അനുവദിക്കാൻ കഴിയില്ല. 92 മുതൽ നടന്ന കൊലപാതകങ്ങൾ മുഴുവൻ എങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കാൻ ഒരു കമ്മീഷണർ തന്നെ ഗവൺമെന്റ് നിയമിച്ചുകൊണ്ട് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊലപാതകങ്ങളുടെ ഉത്തരവാദികളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ, അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ മറ്റു വിശദാംശങ്ങൾ കടക്കുന്നില്ല. ഓരോ കൊലപാതകം നടക്കുമ്പോഴും ഒരു കുടുംബം മാത്രമല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ആളുകൾക്ക് മുഴുവനുണ്ടാകുന്ന മനസ്സിന്റെ വേദനയും ബുദ്ധിമുട്ടും ബഹുമാനപ്പെട്ട പിണറായി സഖാവ് അറിയേണ്ടതായിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രഗത്ഭനായ ഒരു പുരോഹിതൻ, ആർക്കും ശത്രുതയില്ലാത്ത വ്യക്തി, ഒരു വ്യക്തിയോട് പോലും നാളിതുവരെ ജീവിതകാലത്തിൽ പിണങ്ങിയിട്ടില്ലാത്ത വ്യക്തി,
അങ്ങനെ നന്മയുടെ പ്രതീകമായ ഇലിയാസ് മൗലവിയാണ് കൊല ചെയ്യപ്പെട്ടത് എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ആ കൊലപാതകളെ മാത്രമല്ല, അത് കൊലയ്ക്ക് പിന്നിൽ നിന്ന ആളുകളെ കൂടി കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഈ സമരത്തിൽ പങ്കെടുക്കാൻ ചെറുപ്പക്കാരുടെ സംഘടന മാത്രമല്ല, വളരെയേറെ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലുള്ള ആളുകളും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാനിവിടെ ശ്രദ്ധിച്ചു, നമ്മുടെ വളരെ പ്രഗത്ഭന്മാരായ ആളുകളൊക്കെ ഈ ധർണയിൽ, ഈ കൂട്ടായ്മയിൽ, ഈ ധർണയിൽ പങ്കുചേരുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മൗലവിമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ജനനേതാക്കന്മാരുണ്ട്. അങ്ങനെ മുഴുവൻ ആളുകളും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾ, IML ഉൾപ്പെടെ, പോപ്പുലർ ഉൾപ്പെടെ, SDP ഉൾപ്പെടെ, PDP ഉൾപ്പെടെ എന്ന് വേണ്ട എല്ലാ സോളിഡാരിറ്റി ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുവെന്ന് കാണുന്നത്, ഈ സമരത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് കാണുന്നത്, കാസർഗോഡുള്ള മേഖലയിൽ, കാസർഗോഡ് പോലുള്ള മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ, എല്ലാവരും എതിർത്തിട്ട് ജയിച്ച ഒറ്റവോട്ടുകാരൻ മെമ്പർ ഉൾപ്പെടെ എല്ലാവരും ഈ സമരത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമരത്തിന് വെറുതെയല്ല, വളരെ അർത്ഥവത്തായ സമരമാണ് എന്ന് പിണറായി സമ്മതിക്കേണ്ടി വരും. കണ്ണൂരിൽ നടത്തുന്ന ഈ സമരം പോലെ കൊലപാതക പരമ്പര കാസർഗോഡേക്ക് വ്യാപിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കാസർഗോഡ് യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള നമ്മുടെ അന്തരിച്ച വന്ദനായ മൗലവിയുടെ ജ്യേഷ്ഠ സഹോദരനും ഈ ധർണയിൽ പങ്കെടുക്കുന്നു എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമായി കണക്കാക്കുന്നു എന്നിവിടെ സൂചിപ്പിക്കട്ടെ. വളരെ ആത്മാർത്ഥമായി ഈ ജ്ഞാനം പറയേണ്ട സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് ഈ സമര ശക്തമുണ്ടാക്കുന്നതിന്, സമരം നേരിടുന്ന നിലയിലേക്ക് ശക്തമായി ഈ സെക്രട്ടേറിയറ്റ് മാർച്ച്, ഔദ്യോഗിക സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട്